ഹലോ കൂട്ടുകാരെ, ഇന്ന് സോയാബീൻസും പൊട്ടറ്റോയും വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതിനായി ആദ്യം സോയാബീൻസ് ചൂടുവെള്ളത്തിലിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇത് വലിയ സോയ ആയതുകൊണ്ട് തന്നെ ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വൃത്തിയാക്കിയ സോയാബീൻസും സ്ക്വയറായി കട്ട് ചെയ്ത പൊട്ടറ്റോയും ഒരു പാനിലിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ലേശവും വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്ത് മസാല പുരട്ടി വെച്ച സോയായും പൊട്ടറ്റോയും അതേ പാത്രത്തോടെ അടുപ്പിൽ വെച്ച് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കുക. വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ സോയാബീൻസും പൊട്ടറ്റോയും സൈഡിലേക്ക് നീക്കി വെച്ച് നടുവിൽ ഒരു സ്പേസ് ഉണ്ടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ കടുകും ചെറിയ ജീരകവും പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട് സ്ക്വയറായി കട്ട് ചെയ്ത സബോളയും ക്യാപ്സിക്കവും ചേർത്തിളക്കി അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കുക. നന്നായി വെന്തു വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നന്നായി ഇളക്കി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇടണേ. നല്ല ടേസ്റ്റിയായ ഡിഷ് റെഡിയായി. ഇത് പാലപ്പം, ചപ്പാത്തി, പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ. താങ്ക് യു.